തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചാരമാക്കാൻ ശക്തിയുള്ള ബോംബ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികൾ ഒന്നൊന്നായി രാഹുൽ ഗാന്ധി പുറത്തുവിടുമ്പോൾ കമ്മീഷന് മൗനം മാത്രമാണ് മറുപടി. ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിലെ കള്ളക്കളികളാണ് പുറത്തു കൊണ്ടുവന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് വൻ അട്ടിമറിയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി രാഹുൽ ഗാന്ധി കണ്ടെത്തി. പേരുകളും ഫോട്ടോകളും മങ്ങിയതുപോലെയാക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനാണ്. BJPയെ സഹായിക്കാനാണ് ബോധപൂർവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരെ ഉപയോഗിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഹരിയാനയിൽ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ച ഫലമാണ് ഉണ്ടായത്. എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായിരുന്നു. ഫലത്തിൽ കോൺഗ്രസ് വീണതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത്. പോസ്റ്റൽ വോട്ടും പോളിംഗും സാധാരണ പോലെയായിരുന്നു. എന്നാൽ ഹരിയാനയിൽ വ്യത്യസ്തമായിരുന്നു. ഫലം പലതവണ പരിശോധിച്ചു. ഇക്കാര്യം യുവജനങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഭാവി കവരുന്നവരാണ് ഇതെന്നും രാജ്യത്തെ ജൻസി ഇത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഒരു സ്ത്രീ 100 തവണ വോട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും തോന്നുംപടി വോട്ട് ചെയ്യാൻ വഴിയൊരുക്കുന്നത്. മറ്റൊരു സ്ത്രീ 223 തവണ വോട്ട് ചെയ്തു. ഇത് കണ്ടെത്താതിരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാതിരുന്നതെന്നും രാഹുൽ പറഞ്ഞു. 1,24,177 വോട്ട് കള്ള ഫോട്ടോ ഉപയോഗിച്ച് നടത്തി. BJPയെ സഹായിക്കാൻ കമ്മീഷൻ നടത്തിയത് വലിയ തട്ടിപ്പാണ്. വ്യാജ വോട്ട് ചെയ്തവരിൽ ആയിരക്കണക്കിന് പേർ മറ്റു സംസ്ഥാനങ്ങളിലും വോട്ടുള്ളവരാണ്. UPയിൽ നിന്നുള്ള BJP വോട്ടുകൾ ഹരിയാനയിലെത്തി. പിന്നീട് UPയിലും വോട്ട് ചെയ്തെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഹരിയാനയിലെ ആകെ വോട്ടർമാരായ 2,25 ലക്ഷം വോട്ടുകൾ മോഷണം പോയി. ഇത് ആകെ വോട്ടർമാരുടെ 12.5% അദ്ദേഹം പറഞ്ഞു. അതായത് ഹരിയാനയിലെ 8 വോട്ടർമാരിൽ ഒരാൾ കള്ളവോട്ടാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിന് തെളിവായിരുന്നു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം. ആദ്യം മുതൽ ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു. വോട്ടിംഗിൽ തകരാറുകൾ ഉള്ളതായി അവർ ചൂണ്ടിക്കാട്ടി. ഇതേ പ്രശ്നങ്ങൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്ക് നേരിട്ടിരുന്നു. എങ്കിലും ഹരിയാനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുമ്പോൾ വമ്പൻ ചതിക്ക് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.